ഞാൻ ഗൂഗിളിൽ വർക്ക് ചെയ്തെന്ന് പറയുമ്പം ഗൂഗിളിൻ്റെ ബ്രാൻഡാണ് ഈ ഫ്ലോണ്ടിങ്. എനിക്ക് ലിപ്പസണിൽ വേണ്ടത് നമ്മുടെ ആൾക്കാർ അവനവൻ്റെ ബ്രാൻഡിലായിരിക്കണം, അവൻ്റെ പേരിൽ അവനെ അറിയണം, അല്ല ലിപ്പസിൻ്റെ പേരിലില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദേ ആർ ഇൻ എ കോൺഫറൻസ് റൂമിലാണെങ്കിൽ വേറൊരു ബാധർന്ന് വൃത്തിയോട് പറയില്ല, മണ്ടത്തരം പറയുന്നുണ്ട്, അപ്പം കിട്ടുമെന്നറിയാം. അപ്പം നമുക്ക് സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ആ ട്രൈബിനകത്ത് വരുമ്പം യു ഹാവ് ഗോട്ട് ദ ഫ്രീഡം ടു എക്സസൈസ്. ഞങ്ങൾ ഇവിടെ മാനേജർ സബോർഡിനേറ്റ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഫ്ലാറ്റാണ്. മാനേജർ പേരിൽ 2-3 പേരെ കൊണ്ടെന്നുള്ളതല്ലാതെ അതൊരു ഒരു പെർട്ടിക്കുലർ മിഷൻ വരുമ്പോൾ അത് മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്, അല്ലാതൊരു മാനേജർ. ഒരു നോ മാനേജർ സിസ്റ്റത്തിൽ ശരിക്കും എങ്ങനെയാണ് അത് പോസിബിൾ ആയി വരിക? അപ്പം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇത് ഫ്ലാറ്റ് ആർക്കി എന്ന് പറയും. സോ നോ മാനേജർ എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം, ഐ ഡോണ്ട് തിങ്ക് യു നീഡ് എ മാനേജർ, ബിക്കോസ് ഞങ്ങളിവിടെ വിവരമുള്ള ആൾക്കാരാണ്. അപ്പം ഈ വിവരമുള്ള ആൾക്കാരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. അപ്പം അവരോട് മാനേജ് ചെയ്യുമ്പോൾ ഈ മാനേജർ വിവരമുള്ള ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യം തീരും. പിന്നെ അത് സിസ്റ്റം വൃത്തിയിടാം. കാരണം അയാളുടെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ആ ടീമിലോട്ട് വരുന്നത്. എനിക്ക് വേണം, എനിക്ക് കമ്പനിയുടെ പേഴ്സണാലിറ്റി പോലെ, കമ്പനിയുടെ കുറച്ച് വാല്യൂസ് ഉണ്ട്. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന പോലെ, the one that you are searching for is you yourself. So you better make yourself better.